സംരംഭകത്വ ശീലം നമ്മുടെ വിദ്യാർത്ഥികളിൽ വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത്. മാവേലിക്കരയിലും തിരുവല്ലയുമായിട്ട് ടിജൂസ് അക്കാഡമി എന്ന പേരിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ തന്നെയാണ് മിസ്റ്റർ ടിജു ആൻ്റണി. അദ്ദേഹം ഒരു എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. കോളേജ് ഓഫ് എൻജിനീയറിംഗ് ചെങ്ങന്നൂരിൽ നിന്ന് 2010 അത് പാസ്സായി. ദീർഘകാലം UK എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിന്നും തിരിച്ച് UK തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തി ഒരു സംരംഭകൻ ആയി കഠിന അധ്വാനത്തിലൂടെ മികച്ച ഒരു സംരംഭകനായി പേരെടുത്തയാളാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാദേശിക തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ, നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നാളത്തെ ഒരു സംരംഭകനാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയ വഴികൾ ഷെയർ ചെയ്യാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിൽ ഞങ്ങൾ ക്യാമ്പസിലുള്ള എല്ലാവർക്കും വേണ്ടി വളരെയധികം സന്തോഷം പങ്കുവെക്കുകയാണ്. Hard work and preference bring out the best in everything. The success of Tejas Academy is a testament to the years of determination of the founder Tiju Anthony and Deepti Thomas. Tejas Academy holds its position as the leading language academy in India, offering OET, IELTS, CBT, PTI and German, and now they are recently introducing digital marketing courses. This rapid growth shows their remarkable progress in just 1 year. They realize the basic problems faced by the students who learn the English language. Tejas Academy founder, their own international work experience, possesses a deep understanding to the challenges students face when moving to English-speaking environment, introducing basic grammar lessons by Tejas Anthony himself. Become a hit among the students. They recognize the importance of establishing a strong foundation in language basics before moving to more advanced concepts. Within a few years of commencement, Tejas Academy has become the leading language academy in India. Thank you, sir. I would like to invite Mr. Tiju Anthony to deliver an inspirational entrepreneurial talk. ആദ്യമേ തന്നെ എന്താ പറയണ്ട, വേദിയിലിരിക്കുന്ന ശ്രീ അയ്യപ്പ കോളേജിൻ്റെ, ഈ കോളേജിനെ ഇത്രയും രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനൊരു ആശയം, എന്താ പറയണ്ടേ, ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ഈ സമയത്ത് ഇവരെ 3 പേരെ ഞാൻ സ്പെഷ്യൽ അപ്രീസിയേഷനോടെ ഞാൻ എൻ്റെ ഒരു ടോക്ക് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളൊരു ഇൻട്രാക്ഷൻ പോലെ എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂവീസിലൊക്കെ കാണുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലേ. ബട്ട് ഇപ്പം മൂവീസിൽ നിന്നൊക്കെ മാറി, കാരണം ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മാറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു വഴി പറയുകയാണെങ്കിൽ, ശരിക്കും പണ്ട് മുതലേ ഒരു ബിസിനസ് ആരംഭിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും. അത് ഈവൻ ക്ലാസ്സിലിരിക്കുമ്പോഴും എൻ്റെ ചിന്ത എന്തിനെക്കുറിച്ച് എനിക്ക് ആരംഭിക്കണം, എന്തിനെക്കുറിച്ച് തുടങ്ങിയാലാണ് ഞാൻ സക്സസ് ആകുക, ഞാൻ രക്ഷപ്പെടുക. അറിയാലോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ഇന്ന് എങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും എന്നറിയാനാണ് ശരിക്കും. അപ്പൊ ഈ ടോക്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനാ, എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല. എൻ്റെ വഴികൾ ഞാനൊന്ന് പറയാം. ഒരുപക്ഷെ അത് നിങ്ങൾ ചിലപ്പം അതേ വഴികൾ കൂടി ആയിരിക്കും പോകുന്നത്, പറയാൻ പറ്റില്ല. ഇങ്ങനൊരു സ്റ്റേജിൽ ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ ഒരു സ്റ്റേജിൽ ഇങ്ങനൊരു അവസരം തന്ന ശ്രീ അയ്യപ്പ കോളേജിന്റെ മാനേജ്മെന്റിനോട് ഈ സമയത്ത് നന്ദി പറയുന്നു. അപ്പൊ ഞാൻ ഒരുപാട് സന്തോഷം. ഇന്ന് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ എന്താ ചെയ്യണ്ടേ, അതായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെ ചിന്ത. ഇതാണ്, ഞാൻ എന്താ പറയേണ്ട, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭകനാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ. അതിന് എൻ്റെ ഒരു റിപ്ലൈ, നമ്മൾ ആദ്യം എന്താ പറയണ്ടേ, മനസ്സിൽ ശരിക്കും ഒരു ആഗ്രഹം വേണം. 2 കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിൽ ശരിക്കും വേണ്ടത്, വില്ലും സ്കില്ലുമാണ്. 2 കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഹിസ്റ്ററി ഞാൻ നോക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പം, ഇവിടെ ഇന്ന് എന്ത് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വില്ലിനെ കുറിച്ചും സ്കില്ലിനെ കുറിച്ചും. കുറച്ചേറെ പേര്
ഈ സംരംഭകത്വം അല്ലെ അതിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം അവര് സെൽഫായിട്ട് മനസ്സിൽ കരുതുകയാണ്, എനിക്കതിനുള്ള വില്ലുണ്ടോ, അല്ലെ ഞാൻ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് മേഖലയിലാണ് ഞാൻ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭകം അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചേറെ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചേറെ പേരെ നയിക്കാൻ പറ്റുന്ന എൻ്റെ സ്കിൽ എന്താണ്. ആദ്യം നമുക്കതിനൊരു ആഗ്രഹം വേണം. നമ്പർ 2 വേണ്ടത് നമുക്കതിനുള്ള സ്കില്ല് വേണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ വില്ല് എങ്ങനെ ഉണ്ടാകുന്നു, സ്കിൽ എങ്ങനെ ഉണ്ടായി വരും? അപ്പൊ ആദ്യമേ നിങ്ങളിപ്പോ ഈ കോളേജിൽ പഠിക്കുമ്പം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏത് മേഖലയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ബോധ്യം അത് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. ഏത് മേഖലയിലാണ് എനിക്ക് പോയാലാണ് ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അവിടെ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അത് ഒരു ദിവസം കൊണ്ട് അത് വരില്ല. ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കും, നമുക്കൊരു തോട്ട് വരും. നിങ്ങൾക്കറിയാം, ഈ ഒരു യുഗത്തില് ഒരു മനുഷ്യൻ ഏതാണ്ട് ഒരു ദിവസം 75,000 ചിന്തകളാണ്. 75,000 ചിന്തകളാണ് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്നത്. പഠനങ്ങൾ പറയുന്നു. കുറച്ചു പേരെ സംബന്ധിച്ചത് 75,000 തൊട്ട് 1,00,000 മേളിൽ പോകും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ആയിരിക്കുന്നു. ഈ സമയത്ത് മേ ബി എൻ്റെ ഈ ടോക്ക് സെഷനിൽ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു ചിന്തയായിരിക്കില്ല, ഒരുപാട് ചിന്തകൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുക ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും. അവിടെ ഞാൻ ഏത് തോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതാണ് ഇവിടുത്തെ എന്താ പറയണ്ടേ വലിയ ടോപ്പിക്. ഞാൻ ഏത് തോട്ടിലാണ് ഏറ്റവും കൂടുതൽ സമയം ഇമോഷൻ മിക്സ് ചെയ്യേണ്ടത്, അവിടെ എനിക്ക് റിസൾട്ടായി വരുള്ളൂ. അപ്പൊ ഈ സമയത്ത് 4 കാര്യങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ശരിക്കും ആദ്യം ബിസിനസ്സിലോട്ട് എത്തുക എന്ന് പറയുമ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് നാളെ രാവിലെ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരാൾക്കും ഈ ലോകത്ത് അങ്ങനെ നേടാനായിട്ട് പറ്റില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. അപ്പം അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് 4 ടോപ്പിക്ക് പറയാം. ഒന്ന് തോട്ട്സ് ആണ്. പ്ലീസ്, തോട്ട്സ് TFAR എന്ന് നമുക്ക് പറയാം. ഒന്ന് തോട്ട്സ് ആണ്. ആ തോട്ട്സിലോട്ട് ഞാൻ എത്രത്തോളം ഇമോഷൻ, ആ ഫീലിങ്സ് ഞാൻ എത്രത്തോളം മിക്സ് ചെയ്യുന്നു. TF എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. മൂന്നാമത്തത് ആക്ഷൻസ് ആണ്. ആ ഫീലിങ്സിനനുസരിച്ച് ഞാൻ ഇന്ന് ആക്ഷൻസ് ചെയ്തോ. ലാസ്റ്റ് തോട്ട്സ് ആയി, അതിനോട് അടുത്ത് തന്നെ ഫീലിങ്സ്. രണ്ടാമത് നമ്മളുടെ കുറെ ചിന്തകൾ വന്നു, അതിലെ ഏത് ഫീലിംഗ്, ഏത് തോട്ടിനാണ് ഞാൻ കൂടുതൽ ഇമോഷൻ മിക്സ് ചെയ്തത്, അതിലായിരിക്കും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു കാലമാണ് നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ചിന്തകൾ എടുക്കാറായിട്ടില്ല ടെക്നോളജി. അത് ഭാവിയിൽ നമ്മൾ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാലം വിദൂരമല്ല. അത് ഭാവിയിൽ ഉറപ്പായിട്ടും വരും. ഞാൻ ചിന്തിക്കുന്നത് എന്താ പറയണ്ടേ നമ്മുടെ സ്ക്രീനിലോട്ട് എത്തുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ഏറെക്കുറെ അറിയാം. ഞാനിവിടെ സംസാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ചില കാര്യങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് യാത്രയിൽ മനസ്സിൽ വന്നത് നമുക്കൊരു ട്രിപ്പ് മൂന്നാർ പോയാലോ എന്ന് ഞാനും ദീപ്തിയും അതുപോലെ തന്നെ എൻ്റെ മാനേജറുണ്ട് നിജോ, ഞങ്ങൾ 3 പേരോട് ചർച്ച ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ല. അവിടെ എനിക്ക് എന്താ പറയണ്ട, ഫോണില് റീലായിട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. മൂന്നാറിൽ പോണ്ട 5 സ്ഥലം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച മാത്രമേ ഉള്ളൂ. റീലില് യാതൊരുവിധ സെർച്ചോ വേർഡോ കീവേഡോ ഒന്നും ടൈപ്പ് ചെയ്തിട്ട് പോലും ഇല്ല. ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞു, എന്ത്, നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ കാണേണ്ട 5 കാര്യങ്ങൾ. അതായത് നമ്മൾ പറയുന്നത് മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എവിടാണെന്ന് ഒരുപക്ഷെ നമ്മുടെ അപ്പനോ അമ്മയ്ക്കും അറിയില്ല. പക്ഷെ ആർക്കറിയാം? ഫേസ്ബുക്കിനും ഗൂഗിളിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനറിയാം നിങ്ങളിപ്പോൾ എവിടാണെന്ന്. നിങ്ങൾ ഏത് ലൊക്കേഷനിൽ ഏത് പോയിന്റിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. അതെടുത്തുകൊണ്ടിരിക്കുക, അത്രയും ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് ഡേറ്റയുടെ പവർ കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ആ ഡേറ്റ നിങ്ങളെന്ന വ്യക്തിയെ, എനിക്ക് തോന്നുന്നത് മേ ബി പ്രിൻസിപ്പൽ സാർ ഇവിടെ ഉണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, പക്ഷെ അവരെക്കാളിലൊക്കെ ഉപരി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫീഡില്, നിങ്ങളുടെ ഹിസ്റ്ററിയിൽ നിങ്ങൾ എന്താണ് ചിന്തിച്ചതെന്ന്, നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്തതെന്നും
ഇവിടെ ആർക്കറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇന്ന് അറിയണം. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണ്ട് സെർച്ച് മാത്രമായിരുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടായിരുന്നു നമുക്ക് വേണ്ട ഹിസ്റ്ററി വരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ എന്താണോ പറയുന്നേ, നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തേ, നമ്മൾ എന്താണോ രണ്ടുപേരും സംസാരിച്ചത്, അതിൽ നിന്ന് നമ്മളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരത് എത്തിച്ച് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്രത്തോളം ടെക്നോളജി ഡെവലപ്ഡായി. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ബിസിനസിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ അത് മറ്റു പലരോടും സംസാരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിലവിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീഡിലും നിങ്ങളുടെ വീഡിയോസിലും എല്ലാം ഒരുപാട് ബിസിനസ് ആശയങ്ങളായിരിക്കും വരുന്നത്. അപ്പം ഇതിനു മുമ്പ് എവിടെയോ വായിച്ചത് ഓർക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ ഇത്ര ശതമാനമായിരിക്കും ഞാൻ. ഒന്ന് ചിന്തകൾ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആരുടെയൊക്കെ ചുറ്റിനാണ് ഉള്ളത്, എൻ്റെ സർക്കിൾ എന്താണ്, അത് ഉറപ്പായിട്ടും അനലൈസ് ചെയ്യണം. ഞാനൊരു ചിന്ത പറഞ്ഞു, എടാ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ത്രെഡ് ഉണ്ട്, ഞാനത് ഡിസ്കസ് ചെയ്തു, അവിടെ ആ ഫ്രണ്ട് ഇങ്ങനെ പറയുകയാണ്, എടാ അതൊന്നും നടക്കില്ല, നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന വീടുകളായിരിക്കും ഭൂരിഭാഗം സ്റ്റുഡൻസും കൂടെ ഉള്ളവരും പറയാൻ സാധ്യത. മേ ബി നമ്മുടെ ഫാമിലിയിലും ചിലപ്പം ഇന്നോളം അല്ലെങ്കിൽ ഇന്നലെ വരെ സംസാരിച്ചത് ഉറപ്പാണ് നീ ഒരു ജോലിക്ക് പോകണമെന്നായിരിക്കും. ഇതിരിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം. അവർ പറയാൻ സാധ്യത, അല്ലെ ഫാമിലി പറയാൻ സാധ്യത, നീ ഒരു ജോലിക്ക് പോകണം, ഇത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു ജോലിക്ക് കയറണം, അതിനുവേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കും എന്നായിരിക്കും. അല്ല, ഞാൻ എല്ലാവരോടും എന്താ പറയണ്ടേ, ബിസിനസ് ചെയ്യണം എന്ന് ഉറപ്പിച്ച് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശരിക്കും. ഞാൻ എൻ്റെ ലൈഫ് പാർട്ടിൽ പോന്നു. ഈ തോട്ട് പ്രോസസ് ഇനി എങ്ങനെ എൻ്റെ ലൈഫിൽ വന്നെന്ന് ഞാൻ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്നു, എൻ്റെ കുഞ്ഞുനാളുകളൊക്കെ എടുക്കുന്നു. കുറേ സെഷൻസ് കഴിയുമ്പോഴും മനസ്സിൽ ചിന്തകളിൽ എപ്പോഴും ബിസിനസ് എന്തെങ്കിലും ഒന്ന് ആരംഭിക്കണമെന്നുണ്ട് എപ്പോഴും. ഞാൻ കൂടുതൽ സമയവും മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, അവിടെ എൻ്റെ ചിന്ത കൂടുതലും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇവിടെ ഈ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാന്നൊരു വലിയ മാറ്റർ ഉണ്ട് ഇവിടെ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിലവിലുള്ള ഒരു സിസ്റ്റത്തിനെ നമുക്ക് അതുപോലെ എടുക്കാം. എല്ലാവർക്കും നിലവിലുള്ള ഒരു സിസ്റ്റത്തിനെ കണ്ടിട്ട് എനിക്കത് എന്ത് മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്കറിയാം സ്റ്റാർട്ടപ്പുകളൊക്കെ വന്നിരിക്കുന്നു, ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നു, ഒരുപാട് ഫണ്ടിങ് വരുന്നു. എന്താ പറയുക, ഇപ്പോൾ ഒരു ഐഡിയ പറഞ്ഞാൽ അതിന് ഫണ്ട് അനുവദിക്കാനായിട്ട് ഇന്ന് ഒരുപാട് പേരുണ്ട്. മേ ബി നിങ്ങൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ അവെയർ അല്ലാതിരിക്കാം. ചിലപ്പം ഇന്നൊരു ഐഡിയ പറഞ്ഞു, അത് ഐഡിയ മേടിക്കാനായിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ നിങ്ങളെയൊക്കെ തേടി ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവരുടെ ഫണ്ട് കാണുമായിരിക്കും, ബട്ട് അവർക്ക് ഐഡിയ ഇല്ല. ഇനിയും അതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ 1, 2, 3, 4, 5 ഐഡിയകൾ നിങ്ങളുടെ പുതിയതായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇന്ന ഏരിയയിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ശരിക്കും ബിസിനസ്. എവിടെയാണോ പ്രോബ്ലം ഉള്ളത്, നിലവിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല, ഇനി പുതിയൊരു പ്രോബ്ലം, ആ ഒരു സൊല്യൂഷൻ പ്രോബ്ലം അല്ല, പുതിയൊരു സൊല്യൂഷന് നിങ്ങളുടെ മൈൻഡിൽ ഒരു പുതിയ ആശയം വന്നിട്ടുണ്ടെങ്കിൽ ആ ആശയത്തിനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ചിന്തകളിൽ അത് വരുള്ളൂ. അപ്പൊ ചുറ്റും നിങ്ങളുടെ ഫീഡുകളിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ, ഞാൻ ഈ സോഷ്യൽ മീഡിയ പറയാൻ കാരണം ഇന്ന് AI-യുടെ ഒക്കെ കാലമാണ്, നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇവിടെ ഇൻസ്റ്റ ഇല്ലാത്ത ഒരാൾ പോലും ഈ ഹാളിൽ കാണില്ല, അല്ലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഈ കൂട്ടത്തിലില്ല. അപ്പൊ ഞാനെന്ന വ്യക്തി ആരാണെന്ന് അറിയാൻ പെട്ടെന്ന് നിങ്ങൾ ആ ഇൻസ്റ്റ എടുത്തിട്ട് ആ ഫീഡും ജസ്റ്റ് ആ സെർച്ച് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. അവിടെ എന്തൊക്കെയാണോ നമ്മുടെ ഫോണിൽ നിലവിലുള്ളത്, നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് കുറെ എന്റർടൈൻമെന്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ മൈൻഡിലും നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം എന്തിൻ്റെതാ? എന്റർടൈൻമെന്റ്സിന്റെ ലോകത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. കൂടുതലും നിങ്ങളുടെ ഫീഡിൽ, ഇൻസ്റ്റയിൽ, സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ആ വരുന്നതെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് അറിയാമോ? നിങ്ങൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ചുറ്റുപാടും കൂടുതലും ന്യൂസിനെ കുറിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നതും പുതിയ പുതിയ വാർത്തകൾ അറിയാനുമാണ് തേടുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മുഴുവൻ വാർത്തകളായിരിക്കും ഫുൾ, അത് വന്നുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പുറത്തു പോകണം, എന്താ പറയണ്ടേ, ഞാൻ കുറച്ച് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യണം, അത് റിലേറ്റഡ് സെർച്ച് ഇട്ടോ, പിന്നെ നിങ്ങളുടെ വീഡിയോസ് മുഴുവനും അത് റിലേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് എങ്ങനെ UK പോകാം,
അല്ലെങ്കിൽ എങ്ങനെ കാനഡയിൽ പോവാം? അപ്പൊ ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ ഇന്ന് വരെയുള്ള ആ സെർച്ച് ഹിസ്റ്ററി നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റം. അത് ക്ലിയർ ആക്കി പുതിയൊരു എന്താ പറയണ്ടേ, നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലോട്ട് എന്താ പറയണ്ടേ, സെർച്ചിലോട്ട് എന്ത് കൊണ്ടുവരിക, എങ്ങനെ ബിസിനസ് ആരംഭിക്കാം, ഒറ്റ സെർച്ച് ഗൂഗിളിലൊന്ന് ഇട്ടാൽ മതി. പിന്നെ നിങ്ങളുടെ ഫീഡ് നിറച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവരും ബിസിനസ്സിൽ സക്സസ് ആയവരുടെ മാത്രമായിരിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ. ഒരു സംശയമില്ല. അപ്പൊ എന്റെ ചിന്തകളിൽ മുഴുവൻ ആ ഫീഡ് വരുന്നു, അത് ഫില്ലാകുന്നു. പിന്നെ എന്റെ സർക്കിള് മാറുന്നു. ഞാനെന്ന വ്യക്തിയിൽ കുറച്ച് മാറ്റങ്ങൾ തുടങ്ങും. ഒരു സംശയമില്ല. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ് നിങ്ങളോട്ട് എത്തുന്ന തോട്ട്, നമ്മുടെ ചിന്ത, ഞാനിപ്പോ ഏതൊക്കെ ചിന്തയിലാണ് നിൽക്കുന്നത്, ഞാൻ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചിന്ത എൻ്റെ ഇല്ല, ഞാനൊരു 0 ലെവലിലാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള തോട്ട് മാറണം. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളെന്ന വ്യക്തി ഇത്രയും നാളും ആരായിരുന്നെന്ന് ആ എന്താ പറയണ്ട ഹിസ്റ്ററിയിൽ നിന്നും ആ ഒരു ഡേറ്റയിൽ നിന്നും കൃത്യമാവും. അപ്പൊ ഞാൻ ആരാണ്, ഇത്രയും നാൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, വ്യക്തിയെ കുറിച്ച് കൃത്യം ഐഡിയ കിട്ടും. അത് ഫേസ്ബുക്കിനും ഗൂഗിളിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് നിങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ ഫോൺ ഒന്ന് എടുത്താൽ മതി, ക്ലിയർ ആവും. ഇനി കുറച്ച് പേരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ചിന്തകളുണ്ട്. ഇവിടെ ഇരുന്നവർ പറയാം, കുറച്ച് പേർക്ക് ചിന്തിക്കുന്നില്ല, കുറച്ച് പേർക്ക് സർ ഒരുപാട് ചിന്തകളുണ്ട്, ഇനി എന്താ ചെയ്യണ്ടേ? നമ്പർ 2, കുറേയേറെ കാറ്റഗറി. അവരോട് എനിക്ക് പറയാനുള്ളത്, ചിന്തകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 75,000 1 ലക്ഷത്തിന് എടുത്ത് ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ അതില് നിങ്ങൾ ഏത് ചിന്തയിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. സാർ എനിക്ക് ഒരുപാട് ചിന്തകളുണ്ട്, എനിക്ക് ഒരുപാട് എന്താ പറയേണ്ട ഐഡിയകളുണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് ഒരു ഐഡിയ എടുക്കണം. ആ ഒരു ഐഡിയ എടുത്തിട്ട് അതിൽ ഇമോഷൻ മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇമോഷൻ മിക്സ് ചെയ്യണം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എനിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് കരുതിക്കോ. എനിക്കിന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ഒരു രാജ്യം വിസിറ്റ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുക. അതിനുശേഷം അടുത്ത കാര്യം വന്നു, മീറ്റിംഗ്സ് വന്നു, ടിജൂസിന്റെ കുറേയേറെ ചർച്ചകളെല്ലാം വന്നു. പിന്നെ അതിലോട്ടെല്ലാം മാറി. ആ ചിന്ത പെതുക്കെ നമ്മളിത് എന്തായി, ഇല്ലാണ്ടായി. കാരണം അതിനെക്കുറിച്ച്, ആ പോണ്ട അവിടെ എത്തേണ്ട രാജ്യത്തെക്കുറിച്ചും ആ എത്തിക്കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് ആ തോട്ടിൽ ഇമോഷൻ മിക്സ് ചെയ്യണം, അതിന് സീരിയസ്നെസ് മിക്സ് ചെയ്യണം. ഞാൻ എൻ്റെ കുടുംബമായിട്ടും, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നേടാൻ പോകുന്ന ഒരുപാട് ഹാപ്പിനെസ്സസ്, എനിക്ക് എന്തൊക്കെയാണ് അവിടുന്ന് നേടാൻ പറ്റണേ, അല്ലെ അവിടുന്ന് ഞാൻ നേടുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, അവിടെ എൻ്റെ ഫാമിലിക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്, ആ തോട്ടുപാട്ട്. ഞാൻ അവിടെ പോയാൽ എൻ്റെ കുടുംബത്തിൽ എന്ത് മാറ്റം വരും, എൻ്റെ സർക്കിളിൽ എന്ത് മാറ്റം വരും, ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൽ എന്ത് മാറ്റം വരും, എൻ്റെ റവന്യൂവിൽ എത്ര മാറ്റം വരും, എനിക്ക് എത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്ന്, അത് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടുകൾ ഓരോ ദിവസവും മണിക്കൂറിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരുപാട് ഡിസ്ട്രാക്ഷന്റെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു തോട്ടിൽ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇനി കുറച്ചുപേരുടെ പ്രശ്നം, ചിന്തകളുണ്ട്, ഫീലിങ്സ് മിക്സ് ചെയ്യാത്ത കുറച്ചേറെ പേരുണ്ട്. ഫീലിങ്സ് മിക്സ് ചെയ്യാതെ കുറച്ചുപേര് ഫീലിങ്സ് മിക്സ് ചെയ്യുന്നുണ്ട്. സാർ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ആക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കുറച്ചേറെ പ്രശ്നം. അവരോടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഓരോ മിനിറ്റുകളും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ളതാണോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ആ 1 മിനിറ്റുകൾ നന്നാക്കിയാലേ ഓരോ മണിക്കൂർ എന്താകുള്ളൂ. ഞാൻ ചെയ്യുന്ന ആക്ട്, ആ വർക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ, എൻ്റെ റിലേറ്റഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് റിലേറ്റഡ് ആണോ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ തോട്ടിൽ ചിന്തിക്കണം. എന്നിട്ട് ആ ചിന്തക്കനുസരിച്ചാണോ ആക്ട് ചെയ്യുന്നതെന്ന് ഓരോ മണിക്കൂറിലും മിനിറ്റിലും ഓരോ ആഴ്ചയിലും ഓരോ വീക്കിലും നിങ്ങൾ അനലൈസ് ചെയ്തേ പറ്റൂ. മിക്കവരും ഒരു ഗോള് പൊതുവെ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ആഴ്ചത്തെ എൻ്റെ ഗോൾ എന്താന്ന്
ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കും, എന്താണ് ഈ ആഴ്ചത്തെ ഗോൾ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറയും, സർ എനിക്ക് അങ്ങനെ ഒരു ഗോളായിട്ടില്ല. അപ്പോൾ ഒരു ബുക്കിൽ വായിച്ചത് ഇങ്ങനെ, ഗോൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു ഗോൾ ഇല്ലെങ്കിൽ അയാൾ ഒരു കുട്ടിയാണെന്നാണ്. കുട്ടികൾക്ക് ഗോളുണ്ടോ? കുഞ്ഞു കുട്ടികൾക്ക് ഗോളുണ്ടോ അവരുടെ ലൈഫിൽ? ഇല്ല. അവരങ്ങനെ ഓരോ സമയങ്ങളും ഓരോ മൊമെന്റുകളും മാറ്റി പോകാന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവരന്തരം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, ഒരു ഗോള് കൃത്യമായിട്ട് സെറ്റ് ചെയ്താലേ ആക്ഷൻസ് നടക്കും. ആക്ഷൻസ് ആണ് പലരുടെയും പ്രോബ്ലം. അപ്പൊ ആക്ഷൻസ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇന്ന് ഈവനിങ് ഞാൻ കിടക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തു, ഞാൻ ചെയ്തതെല്ലാം എൻ്റെ ഗോളിന് വേണ്ടി ഉള്ളതായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഗോളിന് വേണ്ടി ഉള്ളതായിരുന്നോ? ഞാൻ ചിന്തിച്ചതും ഇമോഷൻ മിക്സ് ചെയ്തതുമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയായിരുന്നോ ഞാൻ ഈ ആക്ട് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കണം. അവിടെ പലരും പറയും, അവിടെ എക്സ്പ്ലനേഷൻ കുറച്ച് പേരുടെ തന്നത് ഇങ്ങനെ, എനിക്ക് സർ ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങി, പക്ഷെ കുറച്ച് എതിർപ്പുകൾ വന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ പേടിച്ചു, ഞാൻ ടെൻഷനിലായി, പിന്നെ ഞാൻ അവസാനിപ്പിച്ചു. സൂസൻ ജെഫേഴ്സിന്റെ ഒരു ബുക്കുണ്ട്, ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് നൗ. ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് നൗ. അപ്പൊ നമ്മള് പേടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പുതിയ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാനൊരു പുതിയ കാര്യങ്ങളോ പുതിയൊരു ആക്ടോ ചെയ്യുന്നില്ലെങ്കിൽ, അതെന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, പുതിയൊരു കാര്യം ഞാൻ പഠിക്കുന്നില്ല എങ്കിൽ ഞാൻ ഓരോ ദിവസവും ശരിക്കും തളർന്നുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു ഹെൽത്ത് എടുക്കാം. ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഹെൽത്തിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. പലരുടെയും ചിന്ത, ഞാൻ ഒരുപോലെ തന്നെ ഓരോ ദിവസവും പോവും എന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനല്ല. ഞാൻ ഇന്ന് എൻ്റെ ഹെൽത്തിന് വേണ്ടി, ഞാൻ ഇന്ന് എൻ്റെ സ്കില്ല് കൂടാൻ വേണ്ടി, ഞാൻ ഇന്ന് എന്താ പറയണ്ടേ, എനിക്കൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ ഒന്നും ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും തളർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലോട്ട്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണോ ഓരോ ദിവസം, അതോ ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് അറിയാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തോ? പുതിയ ചിന്ത വന്നോ? 4 കാര്യങ്ങൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പുതിയ ചിന്ത കൊണ്ടുവന്നോ? അതിൽ ഞാൻ എത്രത്തോളം ഇമോഷൻ, അത് നേടാൻ വേണ്ടി ഇമോഷൻ മിക്സ് ചെയ്തോ? ഞാൻ അതിനുവേണ്ടി ഈ ദിവസം എന്തെങ്കിലും ആക്ട് നടത്തിയോ? ആ ഗോള് സെറ്റ് ചെയ്ത് ഞാനൊരു ആക്ട് നടത്തിയോ? അങ്ങനെ ആക്ട് നടത്തി ഗോള് സെറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ സ്കൂൾ ജീവിതം കഴിയുന്നു. ഹയർ സെക്കൻഡറി ദേവസ്വം ബോർഡ് ഞാൻ പഠിച്ചത് ചെറുനാട് തന്നെ. അതിനുശേഷം അതിനുശേഷം ഡിപ്ലോമയാണ്. ഞാൻ ഡിപ്ലോമയ്ക്കാണ് ആദ്യം പോയത്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ. അതിനുശേഷം ഞാൻ അവിടുന്ന് 3 വർഷമാണ് ഡിപ്ലോമ വരുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? മനസ്സിൽ ആഗ്രഹമുണ്ട്, ബിസിനസ്. അതിനെന്താ ചെയ്യാൻ പറ്റണേ, കിട്ടുന്നില്ല. ഉടനെ അവിടുന്ന് വീട്ടിലൊക്കെ പറയുന്നു, നീ അന്ന് ഒരു കാര്യം ചെയ്യും, ബിടെക്, കാരണം അതിന് ഹയർ സ്റ്റഡീസിന് വീണ്ടും പൊക്കോ. അപ്പൊ നമ്മളെ പുഷ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി പോകാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഡിപ്ലോമ കഴിഞ്ഞ് ഞങ്ങൾ ലാറ്ററൽ എൻട്രി എഴുതാൽ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കണം, ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് എൻട്രി കിട്ടും അന്ന്. അപ്പൊ അന്ന് വീട്ടിൽ പറയുന്ന, അന്ന് ഒരു കാര്യം ചെയ്യും, ബിടെക്കിന് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ പോകാം, നോ പ്രോബ്ലം. കാരണം വീട്ടിൽ പറയുന്ന ഓരോ കാര്യത്തിനനുസരിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അവിടെ ലാറ്ററൽ എൻട്രി എഴുതുന്നു. എനിക്കിത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചേറെ പേർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലം കിട്ടി. എൻ്റെ മനസ്സിലൊരു ഒറ്റ മിഷൻ, എനിക്ക് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയേ പറ്റൂ. കാരണം എനിക്ക് പോയി സ്റ്റേ ചെയ്ത് എന്താ പറയുക, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അന്നില്ല. അന്ന് ഹോസ്റ്റൽ ഫീസും അതിന്റെ ഫീസും എല്ലാം മുടക്കണമെങ്കിൽ ഓൾറെഡി കോളേജ് വിദ്യാഭ്യാസം ലോണില്ല. ഓൾറെഡി ലോണുകൾ ഒരുപാടുണ്ട്. അന്നത്തെ ജീവിതം ലോൺ മാത്രം, ചുറ്റിനും എല്ലാ ദിവസവും ലോണിന്റെ ചിന്ത മാത്രം. അങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റയിലും ഫീഡിലും എല്ലാം എന്ത് മാത്രമേ കാണുള്ളൂ? കടം മേടിക്കുന്നവരും സങ്കടപ്പെടുന്നവരും വിഷമപ്പെടുന്നവരുടെയും വീഡിയോ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് പുതിയ സർക്കിൾ എന്താന്ന് പോലും അറിയില്ല. അന്ന് കണ്ടൊരു വീഡിയോ ഞാൻ പറയാം. ഒരു ലേഡി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജപ്തി നോട്ടീസിന്റെ എന്താ പറയണ്ട വക്കത്ത് നിൽക്കുന്ന ഒരാള്. അപ്പൊ ഞാൻ അവിടെ ഹാപ്പി ആയി, കാരണം എനിക്ക് എന്ത് വന്നില്ല,
ഞാൻ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. കാരണം എനിക്ക് നിലവിൽ ഇപ്പൊ ജപ്തി വന്നിട്ടില്ല. അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുക ഈ സമയത്ത്. അപ്പൊ നിലവില് ലോൺ വരുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ ലോണാണ്. വീണ്ടും ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോഴും നിലവില് മനസ്സിൽ ഇനി അതിന്റെ ലോൺ എത്ര, അതിനേതാണ്ട് 4-5-6 ലക്ഷത്തിനടുത്ത് വരും ഞങ്ങൾക്ക് എമൗണ്ട് അന്ന്. അപ്പൊ അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിലാണ്, എനിക്ക് സിൻഡിക്കേറ്റ് ബാങ്കിലാണ് ലോൺ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ലോൺ അപ്ലൈ ചെയ്യണം. ലോൺ അപ്ലൈ ചെയ്തു. ലോൺ സാങ്ഷനായി. കാരണം അഡ്മിഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, മെറിറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുന്നു, കയറുന്നു. അപ്പൊ നിലവിൽ ഇവിടെ ഒരു എൻ്റെ ചോദ്യം എവിടാണ്, നമ്മളൊരു ഫ്ലോയ്ക്ക് അങ്ങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. നമ്മളങ്ങനെ വീട്ടിൽ പറയുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നു. അതിനുശേഷം അവിടെ പഠിക്കുന്നു. ഓരോ കോഴ്സും നിങ്ങൾ ചോദിക്കും, ഇപ്പൊ സാറിന് സപ്ലൈ ഉണ്ടായിരുന്നു? എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ നിലവില് അവിടെ പഠിക്കുമ്പോഴും ഉള്ളില് ഇമോഷൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൽ തന്നെ ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അവിടുന്ന് എക്സാം വരുന്നു. അവിടുത്തെ എക്സാം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ കാര്യങ്ങൾ എഴുതി വെക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് എൻ്റെ വീട്ടില് ഞാൻ 10 പഠിക്കുമ്പം 7-നും 8-നും ട്യൂഷൻ എടുക്കുന്നുണ്ട്. 8-നും 9-നും +1 +2 അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാനൊരു ബ്രദറും ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. കാരണം അന്നേ നിങ്ങൾക്കറിയാമല്ലോ മനസ്സിൽ എന്താണ്, ഒരു ചെറിയ വരുമാനം കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എനിക്ക് മേടിക്കാമല്ലോ, പപ്പായോടും മമ്മിയോട് ചോദിക്കാതെ. ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരോട് ചോദിക്കുകയും ചോദിച്ച് നമ്മൾ പോകണം. നിങ്ങൾ വീട്ടിൽ ചോദിക്കേണ്ട എന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, വീട്ടിൽ ഉറപ്പായിട്ട് ചോദിക്കണം. ബട്ട് എങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണമെങ്കിൽ അവിടെ വീട്ടിൽ ചോദിക്കണം. അപ്പൊ നിലവിൽ അവിടുന്ന് ചെറിയ ഇൻകം അവിടുന്ന് കിട്ടുന്നുണ്ട്. അത് ചില മാസങ്ങളിൽ ഒരുമിച്ച് ഇവര് ഈ എന്താ പറയണ്ടേ പേരൻസ് പൈസ തരും. അപ്പൊ ഒരുമിച്ച് കിട്ടിയപ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് കയ്യിൽ ഇങ്ങനെ കിട്ടിയപ്പം ഇതിങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ എമൗണ്ട് വരുമല്ലോ, അല്ലെങ്കിൽ എനിക്കും മേടിക്കാമല്ലോ, നമുക്കും കാർ എടുക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കും വീട് വെക്കണമല്ലോ എന്നുള്ള മനസ്സിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എമൗണ്ട് നടക്കില്ല. അപ്പൊ അവിടെ അന്ന് ട്യൂഷൻ എടുത്ത് വരുമ്പോൾ പഠിപ്പിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ പഠിപ്പിച്ച് വരുന്ന രീതി കുറച്ച് അമ്മമാരും അല്ലെങ്കിൽ കുട്ടികളും പറഞ്ഞു, സാർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനസ്സിൽ എന്ത് കിട്ടി, ഒരു പോസിറ്റീവ് എനർജി മനസ്സിലോട്ട് വന്നു. അതൊരാളുടെ വാക്കുകളാ. 1-2 എന്താ പറയണ്ടേ അമ്മമാരുടെ വാക്കുകൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ ടീച്ചു. അപ്പൊ 1-2 പേര് അഡ്മിഷൻ കൂടാൻ തുടങ്ങി. അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഇത് കോളേജൊന്നും അല്ല, അവിടെ ഒരു എന്താ പറയണ്ടേ കുട്ടികൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുക. വീട്ടിലാണ് വന്നിട്ട് വേണം 5:30 തൊട്ട് 6:30 വരെ ക്ലാസ് എടുക്കാൻ. അപ്പൊ എന്നിട്ട് അവിടെ ക്ലാസ് നമ്മൾ എടുക്കുന്നു. അങ്ങനെ പോകുന്നു ഒരു ജീവിതം. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതിന് തൊട്ട് മുമ്പും ട്യൂഷൻ എടുക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോർത്തെ മനസ്സിലോട്ട് ഞാൻ എൻ്റെ മൈൻഡില് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. ശരിക്കും ഞാൻ എഞ്ചിനീയറിംഗ് കഴിയുന്നു. ഞാൻ എൻ്റെ നാട്ടിലുള്ളവരടുത്ത് ശരിക്കും അവിടെ പഠിക്കാനായിട്ട് മനസ്സിൽ ജോലിയാണ്. ഇംഗ്ലീഷ് ഗ്രാമറും കുറേയേറെ കാര്യങ്ങൾ, ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര താല്പര്യം, ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം. ഇംഗ്ലീഷ് സിമ്പിളാണ്, അത് കുറച്ചേറെ ആൾക്കാരിലോട്ട് സിമ്പിളായിട്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നു. അതിന്റെ പുറത്ത് ഞാനവിടെ പോകുന്നു. അവിടെ ചെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സാറ് മരിച്ചുപോയി, ബാബു സാർ എന്ന് പറഞ്ഞൊരു സാറ് അവിടെ പഠിപ്പിച്ചിരുന്ന സാറ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും ഇൻസ്പയറിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നു ആ ക്ലാസ്സുകളിൽ, സാറിന്റെ ഗ്രാമർ ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പൊ എനിക്ക് തന്നെ ആ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയണ്ട, ഓരോ ദിവസവും സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എടുക്കുമ്പം സാറിനോട് ചോദിക്കും. അന്ന് ഉച്ച സമയം സാറ് ഇങ്ങനെ എന്താ പറയണ്ട ഫുഡ് ആപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് സാർ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. സാറ് എന്താ നേവിന്നായിരുന്നു. സാർ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം സാർ വന്നത്. അപ്പൊ സാറിനോട് ഉച്ചയ്ക്ക് പോയി സാറിന്റെ ലെഫ്റ്റ് സൈഡ് ചെയറിലിരിക്കും. ടീച്ചർ ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ഉച്ചയ്ക്ക് ഈ സമയത്ത് സാറിന് അടുത്ത ക്ലാസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. സാർ ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ ആയാൽ അങ്ങനെ ആകുമോ? കുറച്ചേറെ പേര് ചോദിക്കുന്നു. എൻ്റെ കൂടെയുള്ള കുറച്ച് പേര് ഡൗട്ടുകൾ. അപ്പം 1-2 പേര് അവരുടെ ഡൗട്ടുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് കണ്ടിട്ട് എനിക്കും പിന്നെ അത് ഡൗട്ട് ആകുന്നു. പിന്നെ എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും കഴിഞ്ഞു വന്നു. അവിടെ എനിക്കൊന്ന് 2 to 3 months ഞാനവിടെ പഠിച്ചു. അതിനുശേഷം അവിടെ ഒരു വേക്കൻസി കണ്ടു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ അക്കാഡമി, ഒരു ബേസിക് ഗ്രാമർ ട്രെയിനിങ് അല്ലെ ഗ്രാമർ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേക്കൻസി ഇട്ടിരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പം ഞാനും എൻ്റെ മനസ്സിൽ ഞാൻ ബാബു സാറിനെ പറഞ്ഞു, സാർ ഞാനൊന്ന് അപ്ലൈ ചെയ്തോട്ടെ, എന്നെ എടുക്കുമായിരിക്കുമോ? കാരണം എനിക്കൊരു കോൺഫിഡൻസ് എന്നിലുണ്ട്. സാർ ഞാൻ പഠിപ്പിച്ചാലോ എന്ന രീതിയിൽ. അപ്പൊ സാർ നീ ധൈര്യമായിട്ട് ഇറങ്ങ്, സാറ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. നോക്കാം.
ഞാൻ വരുന്ന വഴി എൻ്റെ സപ്പോർട്ട് അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സാർ എന്നോട് പറഞ്ഞു, ഒറ്റ വേടാ, നീ ധൈര്യമായിട്ട് പഠിപ്പിക്കുക, നിനക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളിവിടെ നിങ്ങൾ പഠിക്കുമ്പോഴും നമ്മുടെ സാറുമാർ നമ്മളോട് പറഞ്ഞ ചില വാക്കുകൾ അത് നിങ്ങൾ ഇമോഷണലി എടുത്തിട്ട് അതിൻ്റെ ഇമോഷൻ മിക്സ് ചെയ്ത് അതിൽ തന്നെ വർക്ക് ചെയ്യണം. അതാ ഞാൻ വരുന്ന പോയിന്റ്. സാറുമാർ നിങ്ങളോട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും ടോപ്പിക്ക് പറയുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ സാറുമാരോട് ചോദിക്കണം, സർ എനിക്ക് എന്താണ്, കാരണം സാറിന് എന്താ തോന്നുന്നത്, കാരണം സാറിന്റെ കുറെ സജഷൻ വരും. അവിടെ അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അന്ന് ഞാൻ ചെയ്തത് അത് തന്നെ. ആ സാറ് പറഞ്ഞ അതേ കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർക്കാം, എൻ്റെ കൂടെ 3 പേര് ഇന്റർവ്യൂവിനുണ്ട്. ആ ഫസ്റ്റ് ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേന് 2 പേരെ എൻ്റെ കൂടെ ഉള്ളവരെ എടുത്തു, എന്നെ എടുത്തില്ല. എൻ്റെ കൂടെ 3 ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ 2 പേരെ എടുത്തു, 2 പേരുടെ വേക്കൻസി ഉള്ളൂ. അതിനകത്തുനിന്ന് ഞാൻ സത്യം പറഞ്ഞ തഴയപ്പെട്ടു ശരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തേ, അവിടെ നമ്മുടെ മനസ്സിൽ ശരിക്കും അന്ന് അത് കഴിയുമ്പോൾ മനസ്സിൽ ചേടാ അങ്ങനൊരു വന്നല്ലോ, നോ പ്രോബ്ലം. ഇപ്പൊ സാറിനോട് വന്നു പറയുമ്പോൾ സാറ് പറഞ്ഞു ടീച്ചർ ട്രൈ. ആ സമയത്ത് ആ മൊമെന്റിലുള്ളതല്ലേ, അത് ഓർത്ത് നമ്മുടെ ലൈഫ് കളയരുത്. സാർ അവിടെ സപ്പോർട്ട് തരിക. അതിനുശേഷം വീണ്ടും വരുന്നു. അവിടെ 3, 4, 5 പേരുടെ അവിടെ ഒറ്റ വേക്കൻസി ഉള്ളൂ. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് പോകുമ്പോൾ ഇന്റർവ്യൂവിന്റെ എങ്ങനെയാണ് ഇന്റർവ്യൂന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആ വീഴ്ചയിൽ നമ്മൾ പഠിച്ചു. ഞാൻ പഠിച്ചു. അതിനുശേഷം അടുത്ത ഇന്റർവ്യൂ നമുക്ക് ഉറപ്പാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുള്ളൂ, ഇതേ മൈൻഡ് സെറ്റ് ആണ്, ഇതേ രീതിയാണ് വരുന്നു. അവിടെ ഞാൻ സെലക്ട് ആകുന്നു. അവിടെ അടുത്ത ദിവസം 8,000 റുപ്പീസിന് എൻ്റെ ആദ്യത്തെ ജോലി, 8,000 രൂപയാണ് എൻ്റെ ആദ്യത്തെ എന്താ പറയണ്ട മാസത്തെ എൻ്റെ സാലറി. ഞാനവിടെ ജോലിക്ക് കയറി. എൻ്റെ ആദ്യത്തെ കുട്ടികൾ 3 പേരായിട്ടുള്ള ക്ലാസ് 3 പേരെ എനിക്ക് തന്നു. അപ്പോഴും തന്ന സാറിന് അത്രയും കോൺഫിഡൻസ് ഇല്ല. പുതിയതായിട്ട് വന്നതാണ് ടിജു, എന്തായി തീരുമെന്ന് അറിയില്ല, കാരണം കമ്പനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. 3 കുട്ടികളെ എടുത്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മൊത്തം ഇവർക്ക് കൊടുക്കണം, ഇവരെ ജയിപ്പിക്കണം, ഇവരൊരു പോസിറ്റീവായിട്ടുള്ള ആംബിയൻസിലോട്ട് ഇവരെത്തണം, മൂഡിലോട്ട് എത്തണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എനിക്കറിയാവുന്ന പറയാം. ഞാൻ അവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞേ, ഞാൻ എനിക്കറിയാവുന്നതെല്ലാം പറയാം, നിങ്ങൾക്ക് എന്തും ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവീത് എന്നോട് ചോദിക്കാം, ഞാൻ വീണ്ടും പഠിക്കും, എന്നിട്ട് ഞാൻ അടുത്ത ദിവസം വന്ന് പറഞ്ഞു തരാം. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ 3 കുട്ടികളായി. ആ 3 കുട്ടികൾ പല സാറുമാരോട് സംസാരിച്ച് അത് പിന്നെ 5 ആയി, അത് പിന്നെ 10 ആയി. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ അവർ ഇട്ട് ആ കമ്പനി എനിക്ക് തന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ ഏതാണ്ട് 200-ന് മേളിൽ സ്റ്റുഡൻസ് ക്ലാസ് നിറഞ്ഞ്, അതായത് ആ ഒരു വലിയ ക്ലാസ്. അതിനകത്ത് ക്ലാസ് എടുക്കുന്ന കഥ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് സ്റ്റുഡൻസ് എൻ്റെ തൊട്ടിപ്പുറത്ത്, കാരണം എനിക്കൊരു വലിയ ബോർഡും തന്നിട്ടുണ്ട്, അതിനകത്ത് സ്റ്റുഡൻസ് തൊട്ടിപ്പുറത്ത് ഫ്രണ്ടിൽ, അത്രത്തോളം ഫ്രണ്ടിൽ ഫില്ല് ചെയ്ത് സ്റ്റെയറിൽ കുട്ടികൾ പുറത്ത് ക്ലാസ്സിന് വേണ്ടി ഇരുന്ന ഒരു ചരിത്രം ഞാൻ ഈ സമയത്ത് ആ അക്കാഡമിയിൽ ഒരു ഓർമ്മയാണ്. അതിനുശേഷം നമുക്ക് പിതുക്കെ സെൽഫായിട്ട് നമുക്ക് മനസ്സിലായി എനിക്ക് എന്താ പറ്റുന്നേ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ല, ഞാൻ അതിൽ പോയാൽ ചിലപ്പോൾ ഒരു ജോലി മാത്രം ചെയ്യുന്നൊരു സ്റ്റാഫായിട്ട് മാറിയനെ. ഞാൻ എങ്ങും എത്തില്ലായിരുന്നു. ഈ കോളേജിൽ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു സാധാരണക്കാരനായിട്ട് ഞാനും മാറിപ്പോയനെ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, പറഞ്ഞു വെക്കുന്നതും ടോപ്പിക് അത് തന്നെ. ആ കുട്ടികൾ അത്രയും വന്നു കഴിഞ്ഞപ്പോഴത്തേന് സെൽഫായിട്ട് മൈൻഡിൽ വന്നു, അവിടെ തീരുമാനിക്കുന്നു. ഇമോഷൻ ഓൾറെഡി നല്ലപോലെ ഉണ്ട്. ബിസിനസ് അവിടെ ബില്ല് കറക്റ്റായിട്ട് ക്ലിയർ ആയി. എൻ്റെ ബില്ല് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇതിലാണ് സ്കില്ലുള്ളതെന്നും ഞാൻ ആദ്യം പറഞ്ഞ 2 ടോപ്പിക്കിലോട്ട് കംബാക്ക്. എൻ്റെ ബില്ല് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതും ഇതിലാണ് എനിക്ക് സ്കില്ലുള്ളതെന്നും ഞാനത് മനസ്സിലാക്കുന്നു. പിന്നെ നീങ്ങിയത് ആ വഴിക്കായിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, നമുക്കൊരു മൈൻഡ് സെറ്റ് നമുക്ക് ക്ലിയർ ആയി. വേറൊന്നും അല്ല, ഇത് മാത്രമേ റൺ ചെയ്യാവൂന്ന് ഇമോഷൻ ഫിക്സ് ചെയ്ത് നമ്മളങ്ങ് ഉറപ്പിക്കുക. വേറെ ഒന്നിലോട്ടും ഇനി മൈൻഡ് ഡീവിയേറ്റ് ചെയ്യണ്ട. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും കട്ട് ചെയ്യുക. സമയം അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനെയും ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒറ്റ മൈൻഡ് സെറ്റ്, നമുക്കൊരു അക്കാഡമി തുടങ്ങാം. മനസ്സിലൊരൊറ്റ ചിന്ത, സെൽഫായിട്ട്. നിങ്ങൾക്കറിയാം, ഒരു അക്കാഡമി തുടങ്ങണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഭീകരമാണ്. തുടങ്ങാൻ പറ്റില്ല, വലിയൊരു ഫണ്ടിങ് ഒക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി ഫണ്ട് അറേഞ്ച് ചെയ്യുക, കുറെ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അങ്ങനെയാണ്, നിങ്ങൾക്കറിയാം, ഇവിടെ എന്നോടൊപ്പം വന്നിട്ടുണ്ട് ദീപ്തി. അദ്ദേഹം അവിടെ പഠിപ്പിക്കുകയായിരുന്നു. ശരിക്കും
ഞാൻ ദീപ്തിയുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയണ്ടേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപ്തി ഇതുപോലാണ്, എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യം ദീപ്തിയാണ് പോകുന്നത്. ദീപ്തി UK പോകുന്നു, അവിടുന്ന് തന്നെ ഡയറക്റ്റ് അവിടെ വന്നു, അവിടുന്ന് ജസ്റ്റ് UK പോകുന്നു. അവിടെ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് വേണ്ടത് ഒരു വലിയ ഫണ്ടാണ് വേണ്ടത് ശരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് നിങ്ങളൊരു മനസ്സിൽ ഓർക്കേണ്ട കാര്യം, ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആയാൽ നമുക്ക് നമ്മുടെ ചിലപ്പോൾ ചില തോട്ടുകൾ ഇമോഷൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് നിൽക്കില്ല. പലരും ആ തോട്ട് കാരണമാണ് പലരും ഇന്നും ബിസിനസ് തുടങ്ങാത്ത. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഫണ്ട് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരും. ഇന്ന് അതുകൂടെ ഞാൻ പറയാൻ പോവാം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല, കാരണം സമയമില്ല ഓൾറെഡി. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കുന്നത്, സാർ ഈ യൂണിവേഴ്സ് എങ്ങനെ ഫണ്ട് തരുന്നേ? ഇന്ന് ഞാൻ പണ്ട് എപ്പോഴും ആഗ്രഹിച്ചതാണ് ഇതുപോലെ കോളേജുകളിൽ നിന്ന് സംസാരിക്കണമെന്ന്. ആദ്യം എന്നെ യൂണിവേഴ്സ്, ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതേപോലെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പണ്ടെപ്പോഴും ആഗ്രഹിച്ചതാ. ആ ആഗ്രഹങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഡിസയർ നന്നായിട്ട് ഉയർത്താമെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത് അടുപ്പിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കും ഇത് തുടങ്ങണമെങ്കിൽ 1 CR വേണം, 2 CR വേണം, 3 CR വേണം. നിങ്ങൾക്ക് തുടങ്ങാൻ ഈ പറയുന്ന കോടികളോ ഈ പറയുന്ന എമൗണ്ടുകളോ വേണ്ട. ഇന്നത്തെ യുഗത്തില് വന്നുണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പം. ഞാനും UK എത്തുന്നു, ഞങ്ങൾ അവിടുന്ന് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ദീപ്തിയോട് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈനായിട്ട്, ഞങ്ങൾ ആരംഭിക്കുക അന്ന് സെഷൻ. അന്ന് ഞാനൊരു വീഡിയോ യൂട്യൂബില് നിങ്ങൾക്ക് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ അടപ്പ് ചെയ്യുക. ഞാൻ ആദ്യം ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ പഠിച്ചത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ ചെയ്തത്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരൊറ്റ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഐഡിയ കാണും. കുറച്ചേറെ പേര് ബിസിനസ് തുടങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്, അവരുടെ ഐഡിയ ഉണ്ട്, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പ്ലീസ് നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. ഇവിടെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇന്റേൺഷിപ്പ് പോലുള്ള കോഴ്സുകൾ, ഇന്ന് ടിജൂസ് അക്കാഡമി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുറെ ബിസിനസ് ഓണേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് സംസാരിച്ച് 10-15 പേർക്ക് അടുത്തുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എൻ്റെ ക്ലാസ്സിൽ. അവിടെ ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തിനാ തുടങ്ങണ്ടേ? അപ്പൊ അവരുമൊക്കെ എന്നോട് പറയുകയാണ്, ടിജു മാർക്കറ്റ് ചെയ്യാതെ പറ്റില്ല. ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് അവർ പറയുകയാണ് ആദ്യം, കാരണം ഞാനപ്പോൾ ആലോചിച്ചു, എൻ്റെ ദൈവം എന്നെ കറക്റ്റായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു കോഴ്സിൽ എന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അത് യൂണിവേഴ്സ് എന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുക. ഓൾറെഡി പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പഠിച്ചതും ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ ബിസിനസ് തുടങ്ങാനായിട്ട് ഐഡിയ ഉള്ളവരോട് ആദ്യം പറയുന്നത്, ഇത് കാണുന്നവരോട്, നിങ്ങൾ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു കോഴ്സ് ഈ യുഗത്തിൽ പഠിക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഒരു ഐഡിയ എടുത്ത് എങ്ങനെ അത് ബിസിനസ് ആക്കി കൊണ്ടുവന്ന് ഇങ്ങനെ നിങ്ങളുടെ കോളേജിൽ നാളെ ഇതേപോലെ വന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് കൃത്യമായിട്ട് ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സിൽ അവർ പഠിപ്പിക്കും. ഒരു സംശയമില്ല. സാർ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ പഠിപ്പിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നിങ്ങൾ ഓർക്കണം, ഒരു സർവീസോ ഒരു പ്രോഡക്റ്റോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കണമെന്നാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റലി മാർക്കറ്റ് ചെയ്ത്. അത് പഠിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലുള്ള കാര്യം, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ എനിക്ക് ആൾക്കാർ എന്നെ കുറ്റം പറയുമോ എന്നുള്ള ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തു, എന്നിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം ഫോണിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് മിററിൽ പറയുന്ന പോലെ ഞാൻ വീണ്ടും പറഞ്ഞു നോക്കി, അത് ഷൂട്ട് ചെയ്തു, അത് വീണ്ടും ഞാൻ കണ്ടു, ഇല്ല കുറെ അടുത്ത് മാറ്റം വരുത്തണം. ഞാൻ വീണ്ടും ആ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു, ദൈവം നമ്മളെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുള്ളതാണെങ്കിൽ നമ്മളിലോട്ട് അത് വരും. ആ വീഡിയോ ഞാൻ യൂട്യൂബില്, ഇന്നും എൻ്റെ ചാനലിന്റെ പേര് ടിജൂസ് ടിപ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന അതേ ചാനൽ, അന്ന് ഇട്ട ഫസ്റ്റ് വീഡിയോ അത് ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആ വീഡിയോ കണ്ടിരുന്നു. കാരണം അത് പറയണം എന്ന് എനിക്ക് തോന്നി.
അന്ന് ഞാൻ ആ വീഡിയോ എന്നെ സെൽഫായിട്ട് കറക്റ്റ് ചെയ്ത് ആ വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്കിന്ന് ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല, വരാനും പറ്റില്ല. ടിജൂസ് അക്കാഡമിക്ക് ഏതാണ്ട് ഇന്ന് 500-നടുത്ത് സ്റ്റാഫുണ്ട്. ഞങ്ങൾക്ക് മൊത്തം 500 സ്റ്റാഫുണ്ട്. അപ്പൊ ഞാനിവിടെ പറയുന്നത് നിങ്ങളോട് പറയാനുള്ള കാരണം, ഇന്ന് 500 പേരിനടുത്ത് എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുക, അന്ന് ഞാനൊരു വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്ന വ്യക്തി ഒരു നോർമൽ ഒരു വ്യക്തിയായിട്ട് മാറിപ്പോയേനെ. ആ വീഡിയോ പബ്ലിഷ് ആക്കുന്നു, നിങ്ങൾ അതുകൂടെ പറയാം. ആ വീഡിയോ പബ്ലിഷ് ആകുന്നു. ആ വീഡിയോ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സർക്കിളും, നിങ്ങൾക്കറിയാം ഏതൊരു ആക്ട് പെട്ടെന്ന് അവർ കാണുമ്പോൾ അവർ ഞെട്ടും, ഇത് ടിജു അല്ലേ. അവിടെ തന്ന സപ്പോർട്ട് ഭീകരമായിരുന്നു. അവരെല്ലാം അത് ഷെയർ ചെയ്യുകയും കുറച്ചേറെ പേര് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് കയറി. അതിനുശേഷം എൻക്വയറിയും കാര്യങ്ങളും ഞങ്ങൾക്ക് ആരംഭിച്ചു തുടങ്ങി. പിന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി. ആദ്യത്തെ വീഡിയോസിലൊന്നും ക്ലാരിറ്റി ഇല്ല. ഇന്ന് എന്താ പറയണ്ടേ, നമ്മളിന്ന് എങ്ങനെ ക്ലാരിറ്റി കൂട്ടാന്ന് ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീഡിയോ എങ്ങനെ ആരെങ്കിലേക്കൊക്കെ എത്തിക്കണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ വെക്കുന്ന പ്രോഡക്റ്റോ സർവീസോ ആരിൽ കൃത്യമായിട്ട് ഇന്ന ഏരിയയിൽ, കാരണം ഇപ്പോഴത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്കറിയാം സാധ്യത ഭീകരം. നിങ്ങൾ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ ഗൂഗിൾ ആഡ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡിന് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്താൽ ടിജു ആന്റണി എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അയ്യപ്പ കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസിലോട്ടും എനിക്ക് ഞാൻ പറഞ്ഞ വീഡിയോ എത്തിക്കണമെങ്കിൽ എനിക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ മുഴുവൻ പേരും അത് കണ്ടിരിക്കും. ചെങ്ങന്നൂർ ഏരിയയിൽ മാത്രമായിട്ട്, ചെങ്ങന്നൂർ ഏരിയ പഠിക്കുന്ന +2-ന് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു 17-നും 18-നും 19-ഉം വയസ്സുള്ളവര് മാത്രമുള്ള കുട്ടികൾ മാത്രം, അല്ലെങ്കിൽ അവര് മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതെനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അവരെ മാത്രം എൻ്റെ വീഡിയോ കാണിക്കാം. എൻ്റെ ഓഡിയൻസ് നേഴ്സസ് ആയിരുന്നു അന്ന് ഞാൻ ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഓൾ കേരള നേഴ്സസിലോട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു. നേഴ്സസിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നേഴ്സിംഗ് കോളേജുകൾ കറക്റ്റായിട്ട് എന്താ പറയണ്ട നോട്ടീസ് ചെയ്ത് അവരിലോട്ട് മാത്രം എൻ്റെ വീഡിയോ എത്തുന്നു. നോർമൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. എല്ലാവരും മേ ബി ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ വീഡിയോ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് എന്താ പറയണ്ടേ, അങ്ങ് പൊക്കോളും, അതെത്തും. ഇല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എത്തിക്കണം. അതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എൻ്റെ വീഡിയോ ഇനി എൻ്റെ മിഷനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരിലോട്ട് എൻ്റെ വീഡിയോ കാണിച്ചാലേ എനിക്ക് ഇതുപോലുള്ള നിൽക്കാൻ പറ്റൂ. ഞാനത് ക്രിയേറ്റ് ചെയ്യണം. ആ കൃത്യമായിട്ട് എൻ്റെ ഓഡിയൻസിനെ മനസ്സിലാക്കി അവരെവിടാണെങ്കിലും, ഇനിയിപ്പം നിങ്ങൾ ആലോചിക്കും, സർ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരാളിലോട്ട് ചെങ്ങന്നൂരുള്ള ടിജു ആന്റണി എങ്ങനെ എത്തും? സൗത്ത് ആഫ്രിക്കയിലല്ല, നൈജീരിയയിലല്ല, ലോകത്തിന്റെ ഏത് കോണിലും ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാൻ പറ്റും. അത്രയ്ക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ, അവര് OET എന്നൊരു വേർഡ് സംസാരിച്ചിട്ടുണ്ടോ, അവരിലോട്ട് ടിജൂസിന്റെ ആഡ് ചെല്ലും. ആ രീതി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പൊ ചെല്ലാൻ പറ്റും. അവരവരുടെ ഫാമിലിയിൽ ഇതുപോലൊരു സർക്കിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുകയാണ്, നമുക്കൊന്ന് OET പഠിച്ചാലോ. കഴിഞ്ഞു. ഞാൻ വീഡിയോ ഇട്ട് കറക്റ്റായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ഇട്ട് ആ രീതി ടൈറ്റിൽ സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്താല് ആ സൗത്ത് ആഫ്രിക്കയിലുള്ള കുടുംബത്തിന്റെ സർക്കിളിൽ അവർ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫീൽഡിലോട്ട് ആര് ചെല്ലും? നമുക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റും. അത്രയ്ക്ക് സാധ്യതയുള്ള ലോകത്താണ് നിങ്ങൾ നിൽക്കുന്നേ. പണ്ട് ഇതൊന്നും പറ്റില്ലായിരുന്നു. പണ്ട് പേപ്പറായിരുന്നു. നിങ്ങൾക്കറിയാം, ന്യൂസ് പേപ്പറിനെതിരെ ഞാൻ സംസാരിക്കുകയല്ല. പണ്ട് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ടിജൂസ് അക്കാഡമിയുടെ ആദ്യത്തെ ഇനാഗുറേഷൻ ഡേയില് എനിക്കൊന്ന് ഫ്രണ്ട് പേജിൽ നമ്മൾ കൃത്യമായിട്ട് എന്താ ചെയ്യണ്ടേ, ഒരു ഫ്രണ്ട് പേജ് ആഡ് ഞങ്ങൾ ഇട്ടു. മാവേലിക്കര, പത്തനംതിട്ട ഫ്രണ്ട് പേജ് ഫുൾ ആയിരുന്നു. അപ്പൊ അവിടെ ടിജൂസിന്റെ പരസ്യം ഇട്ടു, ഒരുപാട് പേരിലേക്ക് അറിയിക്കാൻ പറ്റി. ബട്ട് അവിടെ ഒരു പ്രശ്നം, എനിക്കറിയാമോ എൻ്റെ ഓഡിയൻസ് ആണോ കണ്ടതെന്ന്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? എല്ലാവരും കണ്ടു എന്ന് മാത്രം. എല്ലാവരിലേക്കും ഒരു ബ്രാൻഡ് അവയർനെസ് ആണ് എനിക്ക് എത്തിക്കാൻ പറ്റി. പക്ഷെ എനിക്ക് വേണ്ട അഡ്മിഷൻ വേണ്ട ആ നേഴ്സസോ ഞാൻ ഉദ്ദേശിച്ച ഏജിലുള്ളവരോ ഇത് കണ്ടോ അറിയില്ല. കാരണം കുട്ടികൾ പത്രം വായിക്കാറില്ല പൊതുവെ. കുറച്ചേറെ കുട്ടികൾ, ഏതാണ്ട് എല്ലാ കുട്ടികളും വായിക്കാറില്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഏതാണ്ട് എനിക്കൊന്നൊരു 70-75% കുട്ടികൾ ഇപ്പം ഇൻസ്റ്റാ ഫോൺ ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വായിക്കുന്നവർക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ വായിക്കാറില്ല. കൂടുതലും കുറവാ പെർസെൻറ്റേജ്.
അപ്പൊ അവിടെ അങ്ങനെ ഒരു ബാനറാണ് ഇട്ടു. ഞങ്ങൾക്ക് ബ്രാൻഡ് അവയർനെസ്സിന് പോലുള്ള പത്രങ്ങളെല്ലാം നല്ലതാണ്. ബ്രാൻഡ് അവയർനെസ്സിന് ഒരു രക്ഷയില്ല, സപ്പോർട്ട് നന്നായി. ബട്ട് എനിക്ക് വേണ്ട ഓഡിയൻസിനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എനിക്ക് കിട്ടണമെങ്കിൽ പ്ലീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗേ പറ്റത്തുള്ളൂ. ഇന്ന് ഇവിടുന്ന് ഒരു നേഴ്സ് പൂനെ പോയിട്ടുണ്ടെങ്കിൽ പൂനെ സർക്കിളില് ദോസ് ഹു ആർ നൗ ഇൻ പൂനെ, എന്നിട്ട് അവിടെ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്ത് അവരെ കൃത്യമായിട്ട് നമുക്ക് ആ ഏരിയയിൽ പൂനെയിൽ ഏതൊക്കെ മലയാളീസ് അവിടെ ഉണ്ടോ, നേഴ്സസ് ഉണ്ടോ, അവരിലൊക്കെ എൻ്റെ വീഡിയോ എത്തിക്കാൻ പറ്റും. അതൊരു പത്രത്തിനോ ഒരു മീഡിയ, കാരണം പത്രത്തിന് അങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരോട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സാധ്യത ഒരു രക്ഷയില്ല. ഞങ്ങളത് കാരണം അതിന്റെ അത്ര പാഷനേറ്റ് ആയിട്ട് ഞാൻ നിന്നുകൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട്. ഇന്ന് ഇവിടെ എനിക്ക് ഒന്ന് കുറച്ചേറെ പേര് നമ്മുടെ മീഡിയ എന്നുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നന്നായിട്ട്, നിങ്ങളൊരു ആഗ്രഹം, നിങ്ങളൊരു ലക്ഷ്യം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രോഡക്റ്റോ നിങ്ങൾ ആഗ്രഹിച്ച ഐഡിയയോ എത്തിക്കാനായിട്ട് ഇന്നത്തെ ഈ ലോകത്തിന് പറ്റും, ഈസി. ഇപ്പം വീണ്ടും എയുടെ യുഗം വന്നിരിക്കുക. ഇപ്പൊ നമ്മള് സെലക്ഷൻ പോലും നടത്തണ്ട, OET ഇട്ടുകൊടുത്താൽ മതി. OET-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെർച്ചോ, OET-യുടെ ടോക്കോ, OET റിലേറ്റഡ് ബിഹേവിയർ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ളവരാണ് OET വീഡിയോസ് കാണുന്നത്, അവരിലോട്ടെല്ലാം പുഷ് ചെയ്യും. സ്വന്തമായിട്ട് ആഡ് ഡെവലപ്പ് ചെയ്ത് റിപ്ലൈ തന്ന്, ഓക്കെ ഈ ആഡ് പെർഫോം ചെയ്യുന്നില്ല, ഉടനെ അടുത്ത വീഡിയോ ഇടുന്നു. ആ രീതിയിൽ നമ്മൾ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നു, അവരിലേക്ക് എത്തിക്കുന്നു. വീണ്ടും ആ വീഡിയോ റീച്ച് ആകുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ റീച്ച് കിട്ടുന്നില്ല, വീണ്ടും അനലൈസ് ചെയ്യുന്നു വീഡിയോ, വീണ്ടും ആ വീഡിയോ എടുക്കുന്നു, വീണ്ടും അതിൻ്റെ അകത്തെ വാക്കുകൾ മാറ്റുന്നു, വീണ്ടും എഡിറ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, വീണ്ടും പോകുന്നു, അതിന് റിസൾട്ട് എത്തിയിരിക്കും. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ തോൽക്കാതെ, നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന രീതി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും, ഞാൻ എത്തേണ്ട കോളേജുകളിലും സ്കൂളുകളിലും മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പൊ ഇവിടെ ഈ 4 കാര്യവും തോട്ടുകള് ഞാൻ എൻ്റെ ഈ 4 പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ഇമോഷൻ മിക്സ് ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനിപ്പോ പറഞ്ഞു, ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ നന്നായിട്ട് വന്നു. അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്തത് ആദ്യം ഞാനും ദീപ്തിങ്ങളുണ്ട്, ഞങ്ങളെ ഡിസ്കഷൻ വന്നു, ഞങ്ങളത് സംസാരിക്കുന്നു. പിന്നെ നേരെ പോകുന്നത് പിന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പം നമുക്ക് വേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അവിടെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിച്ച് തരില്ല, ചിലപ്പോൾ ഐഡിയ കിട്ടില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ന് എല്ലാത്തിനും കൺസൾട്ടൻസാ. നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്തിനാണോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, അതിൽ കുട്ടികൾ കൂടുന്നു, പോട്ടെ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചാൽ അവിടെ അവിടുത്തെ മെന്റർ അവിടെ ആരൊക്കെയാണുള്ളത് അവർ പറഞ്ഞു തരും ഇനി എന്തൊക്കെയാ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇത് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ചേറെ സ്റ്റുഡൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവരൊരു ഐഡിയ പറഞ്ഞാൽ ആദ്യം ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, ഇനി എന്താ സ്റ്റെപ്പ്. കുറച്ച് പേർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ. ശരിക്കും ഇന്ന് 12 തൊട്ട് 1 മണി വരെ, അല്ലെങ്കിൽ 1 മണി തൊട്ട് 2 മണി വരെ ഞാൻ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്നെന്നല്ല, ഞാൻ ഈ 1 മിനിറ്റിൽ ഞാൻ എന്താ ചെയ്തേ അത് അനലൈസ് ചെയ്യണം. ഞാൻ ഈ മാസം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കരുത് ആരോടും. സർ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ, ഞാൻ അതിനുവേണ്ടി ഇപ്പൊ എന്താ ചെയ്യണ്ടേ. അന്നേരം അവര് മെന്റേഴ്സ് കൃത്യമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നോളജ് ഉള്ളവർ അന്നേരം നിങ്ങൾ ഗൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കുട്ടികൾ വന്നു, വീഡിയോസ് കയറുന്നുണ്ടോ, എൻക്വയറി വരുന്നുണ്ടോ, അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട സെയിൽസ് ടീമാ. അങ്ങനെയാണെങ്കിൽ ഹയർ ചെയ്യണം, സ്റ്റാഫാണ്, എങ്ങനെ ഹയർ ചെയ്യണം. ഇന്ന് സെയിൽസ് ടീമിന് സെയിൽസ് കൺസൾട്ടന്റ് ഉണ്ട്, ഞങ്ങൾക്ക് കൺസൾട്ടന്റ് ഉണ്ട് സെയിൽസിന്. ഞങ്ങളുടെ ഫുള്ള് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എക്സ്പേർട്ട് അല്ല, എനിക്ക് പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇനി സ്റ്റാഫിനെ മാനേജ് ചെയ്യണമെങ്കിൽ സ്റ്റാഫിന് HR കൺസൾട്ടൻസ് ഒരുപാട് പേര്, എക്സ്പേർട്സ്, അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവര്. എനിക്കും ദീപ്തിക്കും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. ഓരോ ഏരിയ കൺസൾട്ടൻസുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ വെക്കാം. തന്നെ തുടങ്ങരുത്, തന്നെ ഇറങ്ങരുത്, തന്നെ ഫണ്ട് കളയരുത്. അതിൽ അവർ എക്സ്പേർട്ട് ആണോ നോക്കണം, അവരതിൽ എക്സൽ ആയോ നോക്കിയിട്ട് വേണം കൺസൾട്ടന്റിനെ ഫൈനലൈസ് ചെയ്യാൻ. അവിടെ ചിന്തിക്കണം. അതിനുശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വരും. സെയിൽസ്, HR, ഓപ്പറേഷൻസ്, മീഡിയ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, പണ്ടുള്ള ബിസിനസ്സുകൾക്കൊന്നും സോഷ്യൽ മീഡിയ ടീമും സോഷ്യൽ മീഡിയ വേണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ മാനേജർ ഉൾപ്പെടെ, എന്താ പറയണ്ടേ, മീഡിയ ഹെഡ് ഉൾപ്പെടെ, പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉൾപ്പെടെ, ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നിവിടെ. ഇനി ആ പെതുക്കെ ആ ഐഡിയ ഡെവലപ്പായി വരും. അതിന് ഇന്ന് ഗൈഡൻസിന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് കൺസൾട്ടൻസ് ഇന്ന് ഒരുപാട് പേരാ സപ്പോർട്ടിന്. പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങുകൾ, സെമിനാർ അറ്റൻഡ് ചെയ്യണം. ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ, സെമിനാറുകൾ എവിടെ വെച്ചാലും
അത് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ റിലേറ്റഡ് ആണെങ്കിൽ അവിടെ പോകണം, അവിടെ പോയി ഇരിക്കണം വെറുതെ. അങ്ങനെ ഒരു 10-15 സെമിനാറുകൾ അത് റിലേറ്റഡ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണം, ഇരിക്കണം. മനസ്സിലൊരു ഫയറും, ഞാൻ ഓരോ ദിവസവും തളരണോ, ഓരോ ദിവസവും ഞാൻ വളരണോ എന്ന് നിങ്ങൾ ഓരോ ദിവസവും തീരുമാനിച്ചാൽ മതി, നിങ്ങൾ മാറും. ഇനി ഞാൻ നോക്കിയപ്പം ഒരുപാട് ബിസിനസിന്റെ ഐഡിയകൾ നിലവിലുള്ളത് ഇപ്പം, പക്ഷെ ആരും മുന്നോട്ട് വരണില്ല, പുതിയ കാര്യങ്ങൾ ചെയ്യണില്ല, ഒരുപാട് ഏരിയാസ്. ബട്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ചേറെ പേർക്ക് ഐഡിയ കാണും, സർ ആ ഒരുപാട് ഏരിയകൾ എന്താ പറയേണ്ടത്, അത് ഇനിയിപ്പം ഞാൻ പറയുന്ന ഏഴുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഏരിയ ഒരുപാട് വാസ്റ്റാണ്. ഇനി നിങ്ങൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഇനി ഏതൊക്കെ ടൈപ്പ് പുതിയ ട്രെയിനിങ്ങുകൾ കൊണ്ടുവരാം, അവിടെ പുതിയ മാറ്റങ്ങൾ എന്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് നിലവിലുള്ള സിസ്റ്റത്തിനെ പഠിച്ചിട്ട് അത് തന്നെ കോപ്പി എടുക്കാനാണെങ്കിൽ അത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഇന്ന് മനസ്സിൽ വന്ന തോട്ട്, അത് ചിലപ്പോൾ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ പ്ലീസ് അത് എന്ത് ചെയ്യരുത്, മേ ബി ഡിസ്ട്രാക്റ്റഡ് ആവും. നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിയുമ്പം ഫുഡ് കഴിക്കാം, കുറെ ആക്ടിവിറ്റീസിലോട്ട് പോകാം. അവിടെ നിങ്ങൾ ഈ ക്ലാസ് ഇന്ന് രാത്രി കിടക്കുമ്പം, അല്ലെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ എന്തെങ്കിലും തോട്ട് എൻ്റെ മനസ്സിലുണ്ടോ? നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിയെ പോകണമെന്ന് ഞാൻ പറയില്ല, ബട്ട് നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ആകണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ആദ്യം വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തതിന് ശേഷം ആ സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിൽ ഇറങ്ങണം, സെൽഫായിട്ട് തുടങ്ങണം. അങ്ങനെ നിങ്ങൾ തുടങ്ങാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും, ഒരു സംശയമില്ല. അപ്പൊ ഞാനിവിടെ എന്താ പറയണ്ടേ, ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള കുറെ ചിന്തകളുണ്ട്. ചിന്തകളില്ലെങ്കിൽ ആ ചിന്തകൾക്ക് വേണ്ടി ഏത് ചിന്തയിൽ പോകണമെന്ന് നിങ്ങൾ കൂടുതൽ സമയം വായിക്കണം, അറിയണം. ഇപ്പം വായിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാം സോഷ്യൽ മീഡിയയിൽ നിലവിൽ അവൈലബിളാണ്. എന്തും സെർച്ച് ചെയ്താൽ വിരൽ തുമ്പില്ല. ഇന്ന് ചാറ്റ് GPT, ഇവിടെ ഇരിക്കുന്ന കുറച്ചേറെ പേര് ഇപ്പോഴും മേ ബി ചാറ്റ് GPT ഉപയോഗിക്കുന്നില്ലായിരിക്കും. ഇന്ന് ഗ്യാപ്പുള്ള ബിസിനസ് ഏതൊക്കെയാണ്, ഇന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് GPT കൊടുത്താൽ, ഗൂഗിളിൽ പണ്ട് ഒരുപാട് ലിങ്ക് വരുമായിരുന്നു, ആ ഗൂഗിളിന്റെ ഓരോ ലിങ്കും പോയി ഓപ്പൺ ആക്കണമായിരുന്നു. ഇതിൽ ഏതാണ് വിശ്വസിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒരു സെർച്ച് ഇടുന്നു, ബെസ്റ്റ് എന്താ പറയണ്ടേ ഫോൺ നൗ എന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചേറെ ഫസ്റ്റ് പേജ് ലിങ്ക് വരും. അത് ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ട് മുകളിൽ തന്നിരിക്കുന്ന ആടുകളായിരിക്കും മേ ബി നിങ്ങൾ ആദ്യം കാണുന്നത് ഫസ്റ്റ് പേജില്. നമ്മൾ ചിലപ്പോൾ അതുപോലും അറിഞ്ഞില്ല. ചിലപ്പോൾ ബെസ്റ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്ന വെബ്സൈറ്റ് അത് ചിലപ്പം അതിന്റെ സൈഡിലുണ്ട് സ്പോൺസേർഡെന്നോ AD-എന്നോ കാണും, അത് ആടാ. അതിന്റെ താഴോട്ട് മാറി ഏതാണെന്ന് ബെസ്റ്റ് എന്ന് നമുക്ക് പണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും. ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അതിൽ നിന്ന് മാറി ചാറ്റ് GPT എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം, ജസ്റ്റ് ചാറ്റ് GPT ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ന് ചോദിച്ചാൽ മതി, നല്ല ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരും. ഇന്ന് അത് ടെക്നോളജി മാറി. ഇപ്പൊ ഡീപ് സീക്ക് വന്നിരിക്കുന്നു വീണ്ടും. അങ്ങനെ ഒരുപാട് പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ചാറ്റ് GPT എന്താണെന്നും ചാറ്റ് GPTയിൽ എങ്ങനെയാണ് ഗൂഗിളിനെ ഓവർകം ചെയ്ത് ചാറ്റ് GPT ഇപ്പം കത്തിക്കേറിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും 10-15 സൈറ്റുകൾ വരില്ല, കൃത്യമായിട്ടുള്ള ആൻസർ ചാറ്റ് GPT തരും. ചോദിച്ചാൽ മതി. ഈ ചെങ്ങന്നൂരിലെ ഏറ്റവും ബെസ്റ്റ് ഏതാ, അവരവരുടെ സ്റ്റഡി നടത്തി, അവർക്കൊരു ഐഡിയ ഉണ്ട്, മേ ബി അവരതിന്റെ റിസൾട്ട് തരും ഏത് കാര്യത്തിനും. അപ്പൊ ഇന്ന് നമ്മളൊരു ചാറ്റ് GPTയുടെ ഒക്കെ യുഗത്തിലാ നിൽക്കുന്നത്. നിങ്ങളുടെ സെർച്ചില് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് സെർച്ച് ചെയ്യണം. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സെർച്ചിൽ ചാറ്റ് GPT സെർച്ച് ചെയ്യണം. നിങ്ങൾ സെർച്ചിൽ നിങ്ങളിന്ന് ബിസിനസിനെ കുറിച്ച് നിങ്ങളിന്ന് സംസാരിക്കണം. മേ ബി ഇന്ന് ഞാനിവിടെ ഉറക്കെ തന്നെ അത് സംസാരിക്കുന്നത് എൻ്റെ ഇന്റൻഷൻ വേറൊന്നുകൂടെ ഉണ്ട്. ഞാനത് നിങ്ങളോട് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന വോയിസ് കേൾക്കുന്ന ഇത്രയും സർക്കിളുകള്, ഈ വോയിസ് ഈ ഹാളിൽ ഇത്രയും നിൽക്കുന്നുണ്ട്. ഇന്ന് അയ്യപ്പ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് എന്ന വേർഡ് ഞാൻ കുറച്ചേറെ തവണ നിങ്ങൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചേറെ തവണ പുതിയ ആശയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് കുറച്ചേറെ വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തോട്ട്സ്, ആക്ഷൻസ്, ഫീലിങ്സ്, ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഇത് ഉറപ്പായിട്ടും ആര് കേൾക്കുന്നുണ്ട്? നിങ്ങളുടെ ഈ സർക്കിളിൽ നിങ്ങളുടെ ഫോൺ ഓൺ ആണെങ്കിൽ, നിങ്ങളുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് ഓൺ ചെയ്തിട്ടാണ് എൻ്റെ ഈ സർക്കിളിൽ നിങ്ങൾ ഉള്ളതെങ്കിൽ, നിങ്ങൾ ഓർത്തോ, പെതുക്കെ നിങ്ങളുടെ ചിന്തയും കൂടെ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെർച്ച് കൂടെ ഇട്ടാ നാളെ മുതൽ നിങ്ങളുടെ ഫീഡിൽ എന്ത് കാണും? അന്ന് ഞാൻ സക്സസ് ആയി. എൻ്റെ ഈ ടോക്ക് ആക്ഷനാക്കി മാറ്റാൻ എനിക്ക് എന്തായി പറ്റി? നിങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ സെർച്ചിൽ നിങ്ങളൊന്ന് ബിസിനസ്സിനും എന്നും
എന്താണ് എൻ്റെ ലക്ഷ്യമെന്നും സ്കിൽ എന്താണെന്നും ഒക്കെ ഉള്ള സെർച്ചുകൾ വരട്ടെ. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് ഇനി മുതൽ ആ റിലേറ്റഡ് ആകട്ടെ. ചിലപ്പോൾ ഇത് കഴിയുമ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഫോൺ എടുത്തോ, ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നോ, അവിടെ വരും ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും. മേ ബി കൺസൾട്ടൻസ് എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം നിങ്ങളുടെ സപ്പോർട്ടിനാ. കൺസൾട്ടൻസിന്റെ എല്ലാ കേരളത്തിലുള്ള കൺസൾട്ടൻസും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അവരവരുടെ കീവേഡിൽ കൺസൾട്ടൻസ് സ്റ്റുഡൻസ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ആഡില് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മുഴുവൻ പേരും അവരുടെ ഓഡിയൻസ് കാറ്റഗറിയിലോട്ട് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിൽ. ഈ അയ്യപ്പ കോളേജില്, ശ്രീ അയ്യപ്പ കോളേജില് ബിസിനസിന്റെ കോൺസെപ്റ്റിന്റെ ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നുണ്ട് എന്ന് ഈ സമയത്തും ഇവിടെ സാറ് ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സ് ഉൾപ്പെടെ ദയവ് ചെയ്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പം എന്റെ റിക്വസ്റ്റ് ആ ഫോൺ എടുത്തൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഫോൺ എടുത്ത് വെച്ച് ഫോൺ മാറ്റി വെക്കുക, സ്വിച്ച് ഓഫ് ആക്കല്ലേ. റിക്വസ്റ്റ് ആണ്, സ്വിച്ച് ഓഫ് ആക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിർത്തരുത്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എല്ലാ ആഗ്രഹങ്ങളും. നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ OET IELTS എന്ന് വല്ലതും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്താലും ചിലപ്പോൾ ആരും വരാം, ഭാവിയില് ടിജൂസ് അക്കാഡമിയും വരാം. നിങ്ങൾ OET എന്ന് സെർച്ച് ചെയ്താൽ നാളെ എനിക്ക് ഉറപ്പാ നിങ്ങളുടെ മുന്നിലേക്ക് ടിജൂസ് അക്കാഡമി വന്നിരിക്കും. OET IELTS PT എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ഇട്ടാല്. അപ്പൊ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനും, ഞാനിവിടെ വന്നത് എൻ്റെ തോട്ടിൽ ഉണ്ടായിരുന്ന കാര്യം, നിങ്ങൾ ഈ കുറച്ച് പേരിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരാൾ നാളെ ഇവിടെ വന്ന് ഈ ശ്രീ അയ്യപ്പ കോളേജിന്റെ ഒരു വലിയ സെമിനാറിൽ നിങ്ങൾ വന്ന് ഇതേപോലെ നിങ്ങൾ സംസാരിക്കണം. അത് ഇവിടെ ഇരുന്ന് ഇന്ന് മുതൽ വിഷ്വലൈസ് ചെയ്തോ, അത് ഉറപ്പാ, ഞാൻ എഴുതി സൈൻ ചെയ്ത് തരാം. നിങ്ങൾ നാളെ അത് സംസാരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ യൂണിവേഴ്സ്, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എത്തിക്കും. അത് ഇപ്പൊ ഇവിടെ ഞാൻ വന്നത്, നിങ്ങൾ ഒരുപാട് സ്പീച്ചുകളിൽ ഒന്നായിട്ട് ഈ സ്പീച്ച് എന്ത് ചെയ്യരുത്, ഇതൊരു സ്പീച്ച് അല്ല. എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു കോളേജിന് എനിക്ക് തോന്നുന്ന എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഉറപ്പായിട്ട്, കാരണം ഞാൻ എൻ്റെ അടുത്തുള്ള ഏരിയയിൽ ഏത് കോളേജിൽ നിന്ന് വിളിച്ചാലും, കാരണം ഡിസ്റ്റൻസ് ദൂരെ എന്നുള്ള കോൾ വരുമ്പോഴാണ് ഞാൻ പൊതുവെ യാത്ര വരുന്നു, കാരണം ഞങ്ങളുടെ ക്ലാസ്സുകൾ, ഞങ്ങൾ ഓപ്പറേഷൻസിലെല്ലാം അത് ബാധിക്കും. അപ്പം എൻ്റെ ഈ അടുത്തുള്ള എല്ലാ കോളേജുകളിലും എന്താ പറയണ്ടേ, എപ്പോൾ ആര് വിളിച്ചാലും, കാരണം ഞാൻ കുറേ കോളേജ് കവർ ചെയ്തു, അവിടെ ആരെപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്, ഞാൻ അവിടെ പോവുകയും ചെയ്യും. ഞാൻ കാരണം ചിലപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു തോട്ടായിരിക്കും, അവരാ തോട്ടിൽ നിന്ന് ചിലപ്പോൾ ഇത്രയും തോട്ടുകൾ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ വായിച്ച കുറെ ബുക്കുകളിൽ നിന്നായിരിക്കും ഞാൻ ഈ 1 മണിക്കൂറിൽ ഇത്രയും ഷോർട്ടായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും നിന്നും കിട്ടണമെന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിലാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതയും നിങ്ങൾക്ക് ഇത്രയും ഗുണം ചെയ്യുന്ന രീതിയിലോട്ട് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാൻ വേണ്ടിയുള്ള സജഷൻസ് മേ ബി കിട്ടണമെന്നില്ല. അപ്പൊ എൻ്റെ ലക്ഷ്യം, ഞാൻ വന്നതും ഇത്രയായിരുന്നു, നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരണം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻസൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ സെർച്ച് ചെയ്യണം, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഡിസൈഴ്സും എല്ലാം സെർച്ച് ചെയ്യണം. എങ്കിൽ നാളെ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെച്ചോ, എല്ലാവരും എഴുതി മൈൻഡിലോട്ട് കയറിക്കോ. ഞാൻ ആദ്യം പറഞ്ഞ തോട്ട്സ് വൺസ് അഗൈൻ ഞാൻ എൻ്റെ പോയിന്റിലോട്ട് എത്തുക. തോട്ടാണ്, ചിന്തയാണ്. ആ ചിന്ത വന്നില്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ പറ്റില്ല. എൻ്റെ ചിന്ത ഇപ്പോഴും എന്താ പറയണ്ട, കുറെ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ, നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്യണം. അവിടെ നിങ്ങളുടെ ഫീഡ് എന്താണ്, ഞാനെന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾ ഇന്ന് തന്നെ സെർച്ച് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പൊ എൻ്റെ ചിന്താഗതികൾ മാറ്റണം. ഒന്ന് തോട്ട്, അടുത്ത എന്താ ഫീലിങ്സ് ആണ്. ആ തോട്ട് എനിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചോ, അത് ബിസിനസ് തുടങ്ങാതെ എന്ത് ചെയ്യരുത്, ആ തോട്ടിൽ നിന്ന് മാറില്ല. അത്രത്തോളം ഡെയിലി ഫീലിങ്സുകൾ, ഇമോഷൻസ് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ആ തോട്ടിന് വേണ്ടിയുള്ള ഇമോഷൻസ് ഡെയിലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ അഭിപ്രായത്തില് നിങ്ങൾ ഇന്ന് പഠിക്കുകയാണെങ്കിലും ഇന്ന് വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്കില്ലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ രീതി പോകാനാ. അതിനുവേണ്ടി ഒരു കാര്യമെങ്കിലും ജസ്റ്റ് വായിച്ചിട്ടേ രാത്രി കിടക്കാവൂ, സെർച്ചിട്ടിട്ടേ കിടക്കാവൂ. വായിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ബാക്കി അവർ നോക്കിക്കോളും, മെറ്റ നോക്കിക്കോളും. ബാക്കി നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യം മെറ്റ നോക്കിക്കോളും, ഒരു സംശയമില്ല. ഇപ്പൊ തോട്ട്സ്, ഫീലിങ്സ് ഇട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസവും കണ്ട തോട്ടുകൾ പോലെ മാറ്റിക്കളയരുതേ. തോട്ട്സ്, ഫീലിങ്സ് മിക്സ് ചെയ്താൽ പിന്നെ ഫീലിങ്സ് നല്ല പോലെ ഉണ്ടെങ്കിൽ എന്ത് നടന്നിരിക്കും, ആക്ഷൻസ് നടന്നിരിക്കും. ആക്ഷൻസ് നടന്നാല് ഉറപ്പാ എന്ത് കിട്ടിയിരിക്കും, റിസൾട്ട് കിട്ടിയിരിക്കും. സോ തോട്ട്സ്,
ഫീലിങ്സ്, ആക്ഷൻസ്, അത് അവസാനം എന്ത് തന്നെ ചെയ്യും? റിസൾട്ടാണ്. ഞാൻ ഇന്നൊരു റിസൾട്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണ്ട് കണ്ടിരുന്ന ഒരു തോട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിസൾട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിന്ന് ഭയങ്കര സന്തോഷവാനാണ്. കാരണം എൻ്റെ ഓരോ റിസൾട്ടുകളും അത് ഓരോ ദിവസവും അത് നേടാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നേടിയെടുക്കണം. നമ്മൾക്ക് ഒരാൾ പോലും പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ കോളേജിൽ പോകണമെന്ന് എൻ്റെ ഫാമിലിയിലോ കുടുംബത്തിലോ ആരും നമുക്ക് പറഞ്ഞു തരില്ല. അത് ഞാൻ തന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ റിസൾട്ടുകൾ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇത് മറ്റാരും തരില്ല. അപ്പൊ ഈ സമയത്ത് ഈ 4 വേർഡുകൾ മറക്കാതെ നിങ്ങൾ ഇരിക്കുക. നാളെ ടീച്ചേഴ്സ് അക്കാഡമിയുടെ പോസ്റ്റോ ഒക്കെ കണ്ടാല് മനസ്സിലോട്ട് എന്ത് കൊണ്ടുവരിക? ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റട്ടെ. പിന്നെ വില്ലും സ്കില്ലും മറക്കല്ല്. നന്നായിട്ട് വില്ല് വേണം. എന്നിട്ട് വില്ല് വന്നിട്ട് അതിനുശേഷം എന്ത് ക്രിയേറ്റ് ചെയ്യണം? സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതുകൂടെ ഞാനൊന്ന് അഡപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഒരുപാട് നന്ദി. എന്താ പറയുക, ശ്രീ അയ്യപ്പ കോളേജിന്റെ കൊമേഴ്സിയോ എന്ന കൊമേഴ്സ് ഫെസ്റ്റിവൽ 2K25 ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ ഒരു ഓണ്ടർപ്രണൽ ടോക്കിന് അവസരം തന്ന ശ്രീ അയ്യപ്പ കോളേജിന്റെ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പലിനോടും ഒക്കെ ഹൈലി എനർജറ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഒരുപാട് ഐഡിയകൾ. ഞാൻ കുറച്ച് സമയമാണ് പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു പ്രിൻസിപ്പള്. അപ്പൊ അത് ദൈവം തന്ന ദാനം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്താ പറയണ്ടേ, സാറിന്റെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അതേപോലെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. സാറിനോടൊപ്പം തന്നെ നിന്നിട്ട് എന്താ പറയണ്ടേ, നിങ്ങൾക്കും ഒരു വലിയ ഗ്രോത്ത്, ഈ കോളേജിനും എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച അയ്യപ്പ കോളേജിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. It was such an inspirational talk by compiling the contents of thoughts, feelings, action and result. Thank you, sir, for sharing such a wonderful thought with us. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രീ അയ്യപ്പ കോളേജിന്റെ ഭാഗമായി മിസ്റ്റർ ടിജു ആന്റണിക്ക് ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് എസിനെയും ആദരവ് സ്വീകരിക്കുന്നതിനായി മിസ്റ്റർ ടിജു ആന്റണിയെയും ക്ഷണിക്കുന്നു.